നമസ്കാരം. ആർ.പി. ദില്ലിയിൽ വലിയ തിരക്കിട്ട യോഗങ്ങളും നാടകീയ രംഗങ്ങളും ഒക്കെ നടക്കുന്നു എന്നൊരു ശ്രുതിയുണ്ട്. അതായത് ശിവസേന UBT നേതാവ് സഞ്ജയ് റൗത്ത് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് പറഞ്ഞ ഒരു പ്രസ്താവനയുണ്ട്. അതായത് മോദി സർക്കാർ നാളെ താഴെ വീഴുമെന്നാണ്. ഡിസംബർ 19 മോദി സർക്കാർ താഴെ വീഴും, മോദി അധികാരത്തിൽ ഇന്ന് പുറത്താകും, രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവും. ഇതിപ്പോൾ എന്തു വേണമെങ്കിലും പറയാമല്ലോ, ആർക്ക് എന്തു വേണമെങ്കിലും പറയാം. ഈ പ്രകാശ് രാജിനെ എപ്പോഴും കളിയാക്കുന്നത്, മിക്കവാറും സംഖ്യകളാണ് കളിയാക്കുന്നത്, കുച്ച് ബി എന്ന് പറയാറുണ്ട്, എന്തും എന്നുള്ള അർത്ഥത്തിലാണ്. മോദിയെ താഴെ ഇറക്കാൻ വേണ്ടി എന്തും എന്ന് ചെയ്യാൻ മടിയില്ല എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ദൃഷ്ടാന്തമാണിത്. ഇത് തമാശയായിട്ട് പറഞ്ഞാണെങ്കിലും ഇത് കൃത്യമായ ഒരു പാറ്റേൺ ഉണ്ട് കുമാറെ, വളരെ കൃത്യമായ ഒരു പാറ്റേൺ ഉണ്ട്. ഇത് ഓലപ്പടക്കമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പോൾ 19-ാം തീയതി പുറത്തു വരുന്നു എന്ന് പറയുന്ന അമേരിക്കയിലെ ഒരു കുറ്റവാളിയായ 2019 അവിടെ ജയിലിൽ കിടന്ന് മരിച്ച ജെഫ്രി എപ്സ്റ്റൈൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ, അയാളൊരു പക്ക പൊളിറ്റിക്കൽ ബ്രോക്കറാണ്. നമ്മുടെ കേരളത്തിലുമൊക്കെ ബ്രോക്കർമാരുണ്ടല്ലോ, പൊളിറ്റിക്കൽ നന്ദകുമാറിനെ പോലെയൊക്കെ ഹൈ ലെവൽ ആൾക്കാരുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ആഗോള വേർഷനാണ് ഈ എപ്സ്റ്റൈൻ എന്ന് പറയുന്ന വ്യക്തി. അയാൾ പക്ഷേ ജയിലിൽ കിടന്ന് മരിച്ചതും ഇതിൻ്റെ ഒന്നും പേരിലല്ല. അയാളുടെ സെക്ഷുവൽ പെർവേർട്ട്നെസ്, കൊച്ചു കുട്ടികളെ ലൈംഗിക താല്പര്യങ്ങൾക്ക് ഉപയോഗിച്ചുവെന്നും കൊച്ചുകുട്ടികളെ ഉപയോഗിച്ചുള്ള ഒരു നെറ്റ്വർക്ക്, ഒരു സെക്ഷുവൽ എക്സ്പ്ലോയിറ്റേഷൻ നെറ്റ്വർക്ക് ഇയാൾ കൊണ്ടു നടന്നു എന്നുള്ള ആരോപണം വെച്ചതിനെ തുടർന്നാണ് ഇയാൾ അകത്താകുന്നത്. 2019 ഇയാൾ ജയിലിൽ കിടന്ന് മരിക്കുകയും ചെയ്തു. അപ്പോൾ ഇയാളുടെ മറ്റ് പ്രവർത്തനങ്ങളുടെ ഫയൽസാണ് പുറത്തു വരുന്നത്. ഇത് മോദിയെക്കുറിച്ചൊന്നുമല്ല, ഇത് കുറേ കാലമായിട്ട് അമേരിക്കയിൽ ഇതൊരു വലിയ വിഷയമാണ്. ആദ്യം ട്രംപ് അഡ്മിനിസ്ട്രേഷനിൽ ട്രംപുമായിട്ടാണ് ഇയാളെ ബന്ധപ്പെടുത്തി പറഞ്ഞുകൊണ്ടിരുന്നത്. 90കളിൽ ഈ മനുഷ്യൻ ട്രംപിൻ്റെ ഒരു സുഹൃത്തായിരുന്നു. ഇവർ ഒരുമിച്ചൊരു സോഷ്യൽ സർക്കിളിൽ ഉണ്ടായിരുന്ന ആളാണ്. അപ്പോൾ ട്രംപ് തന്നെയാണ് അവസാനം പറഞ്ഞത്, കാര്യങ്ങൾ റിലീസ് ചെയ്യാൻ ട്രംപ് തന്നെയാണ് അവസാനം അതിനൊരു അനുമതി കൊടുക്കുന്നതും വോട്ട് ചെയ്യുന്നതെന്നുമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. റിപ്പബ്ലിക്കൻസും വോട്ട് ചെയ്തിട്ടുണ്ട്. ഇത് അവിടെ ഒരു വിഷയമാണ്. അമേരിക്കയിൽ ആരും മോദിയുടെ പേര് പറയുന്നില്ല, മനസ്സിലായില്ലേ? ട്രംപിൻ്റെ പേര്. ഇപ്പം ഇത് ട്രംപ് മാത്രമല്ല, അതുകൂടെ നമ്മൾ പ്രേക്ഷകർ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട. ഇയാൾ ഈ പറയുന്ന പോലെ ഒരു ആഗോള ബ്രോക്കർ ആയതുകൊണ്ട് ഇയാൾ പവർഫുള്ളായിട്ടുള്ള എല്ലാവരുമായിട്ടും ബന്ധം വെക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ ജെഫ്രി എപ്സ്റ്റൈൻ എന്ന് പറയുന്ന വ്യക്തി, ഇയാളുടെ ഈ ഫയൽസിൽ, ഇയാളുടെ മെയിലിൽ ബന്ധമുള്ള ആൾക്കാരിൽ മൈക്കിൾ ജാക്സൺ മുതൽ ഡൊണാൾഡ് ട്രംപ് വരെയുണ്ട്, ആൻഡ്രൂ രാജകുമാരനോ മറ്റോ ഉണ്ട്. അതുപോലെ നിരവധി രാഷ്ട്രീയ നേതാക്കന്മാർ, ഭരണകർത്താക്കളൊക്കെ ഇയാളുടെ ഇതിലുണ്ട്. മോദിയെക്കുറിച്ചും ഇയാളുടെ 2 യാഹൂ മെയിലുകളിൽ പരാമർശമുണ്ട്. ഞാൻ അതിലേക്ക് വരാം. പക്ഷെ അതല്ല ഇവിടുത്തെ വിഷയം. ഇതൊരു എന്തായാലും ഒരു ഓലപ്പടക്കമായിരിക്കും എന്നുള്ളത് നാളെ വൈകുന്നേരം ഈ സമയമാകുമ്പോൾ ഒരുപക്ഷെ പ്രേക്ഷകരിൽ ആരെങ്കിലും ഇത് കാണുമ്പോൾ തന്നെ അപ്പോഴത്തേക്കും ഇത് പുറത്തു വരും. കാരണം എന്താണെന്നുള്ളത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. പക്ഷേ ഞാൻ പറഞ്ഞത് ഈ തമാശയൊക്കെ മാറ്റി വെച്ചാലും ഇത് കൃത്യമായ ഒരു പാറ്റേൺ ഉണ്ട് കുമാറെ, നമ്മൾ ശ്രദ്ധിക്കണം. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. സോറോസിൻ്റെ കാര്യം ഉൾപ്പെടെ നമ്മൾ നിരവധി വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ പാറ്റേൺ ഒന്ന് നോക്കുക. രാഹുൽ ഗാന്ധി വിദേശത്ത് പോകുന്നു. വിദേശത്ത് പോയിട്ട് രാഹുൽ ഗാന്ധി ഇന്ത്യക്കെതിരെ എന്തെങ്കിലുമൊക്കെ പറയുന്നു. ഇപ്രാവശ്യം വേറൊന്നും പറയാനില്ല. BMW മാനുഫാക്ചറിങ് യൂണിറ്റിൽ പോയി അവിടെ ഇതെല്ലാം കണ്ടിട്ട് പറഞ്ഞു, ഇന്ത്യയുടെ മാനുഫാക്ചറിങ് താഴോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്, നിർഭാഗ്യവശാൽ നമ്മളും ഇതുപോലെ ആവണം. അപ്പോൾ ഇന്ത്യക്കിട്ട് ഒരു കൊട്ട് കൊടുക്കാനുള്ളത് കിട്ടാനുള്ളത് കൊടുത്തു. മാനുഫാക്ചറിങ് താഴോട്ട് പോവുകയാണോ മുകളിലോട്ട് പോവുകയാണോ എന്നുള്ളത് മറ്റൊരു, അതിൽ ചില വിഷയങ്ങളുണ്ട് കേട്ടോ, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. അതിൽ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കുന്നതിനെക്കുറിച്ച് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിൽ നമുക്ക് കുറച്ചുകൂടി പണം ഇൻവെസ്റ്റ് ചെയ്യുന്ന ആവശ്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ. പക്ഷേ മേക്ക് ഇൻ ഇന്ത്യ എന്നുള്ള പദ്ധതി ഇവിടെ നിലനിൽക്കാൻ വേണ്ടി വന്ന പദ്ധതിയാണ്. ആ പദ്ധതിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് തിരുത്തി മുമ്പോട്ട് പോവുകയാണ് വേണ്ടത്, അല്ലാതെ ഇന്ത്യ കൂപ്പുകുത്തി താഴോട്ട് പോവല്ല. അത് ഒരു വിഷയം. അപ്പോൾ രാഹുൽ ഗാന്ധി വിദേശത്ത് പോകുന്നു. വിദേശത്ത് ചെന്നിരുന്നുകൊണ്ട് ഇന്ത്യക്കെതിരെ എന്തെങ്കിലും സംസാരിക്കുന്നു. അപ്പോൾ ഇവിടെയുള്ള അണിയറ പ്രവർത്തകർ അല്ലെങ്കിൽ പോരാളികൾ ഇന്ത്യക്കെതിരെ അല്ലെങ്കിൽ നമ്മളുടെ രാജ്യത്തിനെതിരെ, രാജ്യ താല്പര്യത്തിനെതിരെ, മോദിക്കെതിരെ ഒക്കെ പ്രസ്താവനകൾ ഇറക്കുന്നു. എല്ലാ പ്രാവശ്യവും ഇതാണ് നടക്കുന്നത്. എല്ലാ സ്ട്രാറ്റജിക്കായിട്ടുള്ള രാഹുൽ ഗാന്ധി വളരെ ബുദ്ധിപൂർവമായ എൻ്റെ നീക്കങ്ങൾ എങ്ങനെയുണ്ട് എന്ന് ജഗദീഷ് ശ്രീകുമാർ മറ്റേത് ചോദിക്കുന്ന പോലെ കൃത്യമായ അത്തരം ചില നീക്കങ്ങൾ നടത്തുന്നതിന് മുമ്പ് ഈ ഒരു പാറ്റേൺ ഉണ്ട്. ഇയാൾ വിദേശത്ത് പോകുന്നു, ഇവിടെയുള്ളവർ മോദിക്കെതിരെ പടയൊരുക്കം നടത്തുന്നു. ഈ പ്രാവശ്യം നിങ്ങൾ നോക്കുക, ഇദ്ദേഹം വിദേശത്ത് പോയി, ജർമ്മനി പോകുന്നത് എപ്പോഴാണെന്നറിയോ?
ജർമ്മനി പോകുന്നത് ഇവിടെ ശീതകാല സമ്മേളനം പാർലമെൻറ്റിൻ്റെ നടക്കുമ്പോഴാണ്. വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടപ്പോഴാണ് ഓടി BMW പ്ലാന്റ് കാണാൻ ജർമ്മനി പോകുന്നത്. ഇത് എവിടുത്തെ പ്രയോറിറ്റിയാണെന്ന് ആലോചിക്കണം. കഴിഞ്ഞ 6 മാസങ്ങൾക്കിടയിൽ പുള്ളി നിരവധി രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. ലണ്ടൻ, മലേഷ്യ, ബ്രസീൽ, കൊളംബിയ ഒക്കെ സന്ദർശിച്ചിട്ടുണ്ട്. ഇത്രയും വിദേശയാത്രകൾ എന്തിനാണ് നടത്തുന്നത്? അപ്പം അതൊരു വിഷയം. അപ്പോൾ ഈ ഒരു പാറ്റേണാണ്. ഇദ്ദേഹം വിദേശത്ത് ഇരുന്നു കൊണ്ട് ഇദ്ദേഹം പെട്ടെന്ന് വിദേശത്ത് പോകുന്നു, ഇവിടെയുള്ളവർ പടയൊരുക്കം നടത്തുന്നു, എന്തോ വലിയ സംഭവം വരാനുണ്ട് എന്നുള്ള ഒരു പ്രതീതിയൊക്കെ ഉണ്ടാക്കിയ ആൾക്കാർക്ക്, അതായത് മോദി വിരുദ്ധർക്ക് ആവശ്യമില്ലാത്ത ഒരു പ്രതീക്ഷ കൊടുക്കുന്നു. ഇത് എന്നിട്ട് നനഞ്ഞ പടക്കമായിട്ട് മാറുന്നു. നാളെയും ഇത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഈ ഒരു ഈ ഒരു കഥയ്ക്ക് ഒരു അല്പം ആധികാരികതയുണ്ട് എന്നൊക്കെ പറയാനായി സുബ്രഹ്മണ്യൻ സ്വാമിയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. കാരണം അല്ല, ഇത് കഥ ഇതിനകത്ത് എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ട്രംപ് ഉൾപ്പെടെയുള്ള ആൾക്കാർക്കെതിരെ രാഷ്ട്രീയ എതിരാളികൾ ശ്രമിക്കുന്നത് ഇയാളൊരു സെക്സ് റാക്കറ്റ് നടത്തിയിരുന്ന ആളാണ്, അപ്പോൾ ട്രംപിന് ഇയാളുമായിട്ട് ബന്ധമുണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ബന്ധം വേറൊരു തരത്തിലാണ് പറയുന്നത്. പക്ഷേ അവിടെ അമേരിക്കയിലെ കോടതിയും അമേരിക്കയിലെ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസിയും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഇയാൾക്ക് 2 ലൈഫുണ്ട്. ഒന്ന് സോഷ്യൽ ലൈഫ്, 2 ഇയാളുടെ ഇത്തരം അധമ പ്രവർത്തികൾ. ഇയാൾക്ക് പരിചയമുള്ളവരൊക്കെ അതിൻ്റെ അർത്ഥം ഇയാളുടെ മറ്റേ കാര്യങ്ങൾക്ക് കൂടെ നിൽക്കുന്നതെന്നാണോ? അങ്ങനെയല്ല, ഇയാളൊരു പവർ ബ്രോക്കറാണപ്പാ. ആ പവർ ബ്രോക്കർ എന്നുള്ള നിലയിലാണ് ഇയാൾ ഇവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടത്. ഇനി മോദി വിഷയത്തിൽ ഇയാൾ വളരെ കൃത്യമായിട്ട് ഇയാൾ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇതുവരെ പുറത്തു വന്ന സൂചനകളും പുറത്തു വന്ന രേഖകളും അനുസരിച്ച് ഇയാളുടെ യാഹൂ മെയിലിൽ ഇയാൾ സ്റ്റീവ് ബെന്നോൻ എന്ന് പറയുന്നത് ട്രംപിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സ്ട്രാറ്റജിസ്റ്റ് ആയിരുന്നു. ട്രംപിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ട്രാറ്റജിസ്റ്റ് ആയിരുന്നു. ഇയാളും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ടുള്ള ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യാൻ ഈ മനുഷ്യൻ ബെന്നോൻ്റെ മുകളിൽ, മോദിയുടെ മുകളിലല്ല, ബെന്നോൻ്റെ മുകളിൽ, ഈ സ്റ്റീവിൻ്റെ മുകളിൽ സമ്മർദ്ദം ചെലുത്തിയതായിട്ടാണ് ഇത് വരുന്നത്. ഇവർ തമ്മിൽ മീറ്റ് ചെയ്തോ എന്നുള്ളതിന് യാതൊരു രേഖയില്ല. മീറ്റ് ചെയ്തില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ മീറ്റിംഗ് നടന്നില്ല. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്യുവർ പൊളിറ്റിക്കൽ ആവശ്യങ്ങൾക്കുള്ള മീറ്റിംഗ് ആയിരുന്നു. അതായത് ഈ കത്തുകളിൽ, അതായത് മോദി അങ്ങനെ ഒരു മീറ്റിങ്ങിന് സമ്മതിച്ചിട്ടുണ്ട് എന്ന് സ്റ്റീവിനെ ഇയാൾ തിരിച്ചറിയിക്കുന്ന മെയിലും വന്നിട്ടുണ്ട്. അതിനെന്താ കുഴപ്പം? എന്താണ്? ട്രംപിൻ്റെ ഒരു മുഖ്യ ഉപദേഷ്ടാവ്, ട്രംപിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ട്രാറ്റജിസ്റ്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മീറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ മീറ്റ് ചെയ്യാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് സമ്മതം കൊടുക്കുന്നു. പ്രധാനമന്ത്രി അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. അപ്പോൾ അതിൽ ഒരു പ്രശ്നവും ഇല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ തന്നെ, ഈ എപ്സ്റ്റൈൻ എന്ന് പറയുന്ന വ്യക്തി തന്നെ പറയുന്നുണ്ട്, നിങ്ങളിത് ചെയ്തില്ലെങ്കിൽ ഇന്ത്യ നേരെ പോകാൻ പോകുന്നത് ഇസ്രായേലുമായിട്ടും ചൈനയുമായിട്ടും ബന്ധപ്പെട്ടായിരിക്കും പോകുന്നത്. അമേരിക്കയുടെ കയ്യിൽ നിന്ന് ഇന്ത്യ കൈവിട്ടു പോകും എന്നാണ് പറയാൻ ശ്രമിക്കുന്നത്. അതിലെന്താണ് കുഴപ്പം? എന്താണ്? ഈ സാധനം വെച്ചിട്ട് എപ്സ്റ്റൈൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായിട്ട് ഇന്ത്യക്ക് എന്തോ വലിയ ബന്ധമുണ്ട് എന്ന്, അല്ലെങ്കിൽ മോദിക്കൊരു വലിയ ബന്ധമുണ്ട് എന്ന് പറഞ്ഞാണ് ഈ ഭൂകമ്പമൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അതല്ലെങ്കിൽ നാളെ 24 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ഈ വിഷയം ചർച്ച ചെയ്യാം. ഇതിനപ്പുറം വേറെ ഒന്നും ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇപ്പം എല്ലാ പവർ ബ്രോക്കേഴ്സും അധികാരത്തിലുള്ള ആൾക്കാരുമായി ബന്ധം വെക്കാനും അവരെ കാണാനും ശ്രമിക്കും. ഇതിൽ മോദി എപ്സ്റ്റൈനെ കണ്ടതായിട്ട് യാതൊരു തെളിവുമില്ല. ആകെക്കൂടെ എപ്സ്റ്റൈൻ തന്നെ പറയുകയാണ് മോദി മീറ്റിങ്ങിന് സമ്മതിച്ചിട്ടുണ്ടെന്ന്. അത് സത്യമാണോ എന്ന് പോലും നമുക്കറിയില്ല. ആ മീറ്റിംഗ് നടന്നതായിട്ടും രേഖകളില്ല. അപ്പോൾ പിന്നെ എന്താണ് അതിനകത്ത് ഇത്ര വലിയ ക്രിമിനൽ ആക്ടിവിറ്റി എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇത് ഒരു അന്തരീക്ഷം ഉണ്ടാക്കുകയാണ്. അത് ഏറ്റവും വില കുറഞ്ഞ രീതിയിലേക്ക് ഇത് പോകുന്നു എന്നുള്ളതാണ് സങ്കടകരമായ അവസ്ഥ. ഇവൻ ഗലി ഗലിമേ ഷോർ ഹേ, രാജീവ് ഗാന്ധി ചോറ് ഹേ എന്ന് പറഞ്ഞപ്പോൾ പോലും ഇന്ത്യയിൽ അത് വലിയ ഒരു എതിർപ്പുണ്ടാക്കിയിട്ടുണ്ട്. കാരണം അന്ന് പ്രധാനമന്ത്രി ആയിരുന്ന രാജീവ് ഗാന്ധി അങ്ങനെ ചോറെന്ന് വിളിക്കാമോ എന്നാണ് ചോദിച്ചത്. ഇന്നിപ്പം മോദിയെ വിളിക്കാത്ത ചീത്തകൾ എന്തെങ്കിലും ഉണ്ടോ? എല്ലാ അർത്ഥത്തിലും വ്യക്തിപരമായി അധിക്ഷേപം നേരിട്ടിട്ടുള്ള, ഏറ്റവും കൂടുതൽ അധിക്ഷേപം നേരിട്ടിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവായിട്ട് നരേന്ദ്രമോദി മാറിയിട്ടുണ്ട്. അദ്ദേഹം തന്നെ അത് പറഞ്ഞിട്ടുമുണ്ട്. അദ്ദേഹത്തിന് വിഷമമില്ല എന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിന് നല്ല വിഷമമുണ്ട്. പക്ഷേ ആ മനുഷ്യനെ ഇത്രയും അധിക്ഷേപിച്ച്
എങ്ങനെയും അയാളെ പുറത്താക്കുക അധികാരത്തിൽ നിന്ന്, എങ്ങനെയും ഏത് രീതിയിലും എത്ര നീചമായ രീതിയിലും. അതിനാണ് അവിടെ കിടക്കുന്ന ഫയൽ പൊക്കി പിടിച്ചുകൊണ്ട് ഇവിടെ വരാൻ പോകുന്നത്. ആ ഫയലിലെ ഒരു യാഹൂ മെയിലിൽ മോദിയുമായിട്ട് മീറ്റിംഗ് ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ മോദിയെ കാണണം, കണ്ടില്ലെങ്കിൽ നമുക്ക് നഷ്ടമാണ്, മോദി സമ്മതിച്ചിട്ടുണ്ട് മീറ്റിങ്ങിന് എന്നാണ് പറയുന്നത്. അതിനകത്ത് എന്താണ് ഇത്ര പ്രശ്നം? ഇപ്പോൾ ഈ പറഞ്ഞ വിവരങ്ങൾ അനുസരിച്ച് നോക്കിയാൽ ഏറ്റവും തറപ്പണിക്ക് മോദിയെ താഴെ ഇറക്കാൻ വേണ്ടി പ്രതിപക്ഷം പോവുകയാണ്. ഇത് തിരിച്ചടിക്കാതിരിക്കുമോ? ജനങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പോൾ മോദിയെ സപ്പോർട്ട് ചെയ്യുന്നവർ BJPക്കാരായിട്ടുള്ളവർ, അല്ലെങ്കിൽ BJP സപ്പോർട്ടേഴ്സ്, ഇനിയും BJP സപ്പോർട്ടേഴ്സ് അല്ലെങ്കിലും മോദിയെ ഇഷ്ടപ്പെടുന്നവർ, അഴിമതിയൊന്നുമില്ലാത്ത രാജ്യത്തിന് വേണ്ടി ലീവ് പോലും എടുക്കാതെ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ മോദിയെ ഇഷ്ടപ്പെടുന്ന നിരവധി ആൾക്കാരുണ്ട്. അവർക്ക് BJP ഐഡിയോളജിയോടൊന്നും താല്പര്യമില്ല. പക്ഷെ അവരെല്ലാം ഇത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. നമ്മുടെ ചെറുപ്പക്കാർ ഇത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഇത് തിരിച്ചടിക്കുമെന്ന് ഇവർക്ക് അതുപോലും മനസ്സിലാകും. പക്ഷെ അവർ ഡെസ്പറേറ്റ് ആണ്. ഇതല്ലാതെ വേറെ എന്ത് പറയും? സർക്കാർ വളരെ നല്ലതാകട്ടോ, ഞങ്ങൾ പ്രതിപക്ഷത്തിരുന്നോളാം എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ എതിർത്തേ പറ്റുള്ളൂ. ആ എതിർപ്പിൻ്റെ പക്ഷേ അത് പോകുന്ന വഴി, അല്ലെങ്കിൽ അത് ഏതൊക്കെ ലെവലിലോട്ടാണ് താഴുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ്. ഇതുകൊണ്ടും നിൽക്കാൻ പോകുന്നില്ല. അടുത്ത രാഹുൽ ഗാന്ധിയുടെ അടുത്ത വിദേശ സന്ദർശനം ആയി ബന്ധപ്പെട്ട് അടുത്ത എന്തെങ്കിലും ഇതുപോലെ ഒരു പൊട്ടാസ് പൊട്ടിക്കാനുള്ള ശ്രമം നടക്കും. പക്ഷേ ഇതിങ്ങനെ തുടരുകയല്ല. അതുകൊണ്ട് രാജ്യത്തിനും ഗുണമില്ല, ആർക്കും ഗുണമില്ല. അതാണ് അവസ്ഥ. എന്തായാലും വില കുറഞ്ഞ ആരോപണങ്ങൾ രാജ്യത്തിനെതിരെ പറഞ്ഞു നോക്കി, തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ പറഞ്ഞു നോക്കി, അദ്ദേഹത്തെ വ്യക്തിപരമായി ആക്രമിച്ചു നോക്കി, ഏറ്റവും ഒടുവിൽ ഇതാ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു തറപ്പണിക്ക് പ്രതിപക്ഷം ഇറങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും 24 മണിക്കൂറിനുള്ളിൽ നമുക്ക് എന്താണ് വരുന്നതെന്ന് കാത്തിരിക്കാം. നമസ്കാരം.